ഹലോ ഹായ്, എല്ലാവരും സുഖമായിരിക്കുന്നോ? ഇന്ന് ഉന്നക്കായാണ് ഉണ്ടാക്കുന്നത്. അതിൻ്റെ റെസിപ്പി എന്താണെന്ന് നോക്കാം. പഴം പുഴുങ്ങി ഉടച്ചത് 3 ഏത്തപ്പഴം പുഴുങ്ങി അതിൻ്റെ നാരും അകത്തെ കായും എല്ലാം കളഞ്ഞ് ഉടച്ചു വെച്ചിരിക്കുന്നതാണിത്. തേങ്ങ ചുരണ്ടിയത് 1 കപ്പ്, പഞ്ചസാര 2 ടേബിൾ സ്പൂൺ, ബ്രെഡ് പൊടിച്ചത് 1 കപ്പ്, 3 ബ്രെഡ് മിക്സിയിൽ പൊടിച്ചെടുത്തതാണിത്, ഏലക്കാപ്പൊടി 1/2 ടീസ്പൂൺ, 1 മുട്ട, നെയ്യ് 2 ടീസ്പൂൺ, കശുവണ്ടിപ്പരിപ്പ് ആവശ്യത്തിന്, കിസ്മിസ് ആവശ്യത്തിന്, വറുക്കുവാൻ ആവശ്യമായ വെളിച്ചെണ്ണ. ഇനി ഉന്നക്കായയുടെ ഫില്ലിംഗ് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കണം. നെയ്യ് ചൂടാകുമ്പോൾ അതിലേക്ക് കശുവണ്ടിപ്പരിപ്പ് ഇട്ട് വറുത്തെടുക്കുക. അതിനുശേഷം കിസ്മിസ് വറുത്തെടുക്കുക. ഈ പാനിലേക്ക് ചുരണ്ടി വെച്ചിരിക്കുന്ന 1 കപ്പ് തേങ്ങയിട്ട് വഴറ്റുക. 2 മിനിറ്റിന് ശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാരയുടെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടി ചേർത്ത് മിക്സ് ചെയ്യാം. ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന കശുവണ്ടിപ്പരിപ്പും കിസ്മിസും ചേർത്ത് ഇളക്കി ചൂടാറാനായി മാറ്റി വയ്ക്കാം. ഇനി ഉന്നക്കായ എങ്ങനെ ഫില്ല് ചെയ്യാമെന്ന് നോക്കാം. ഇത് പരത്തുമ്പോൾ കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി കയ്യിൽ കുറച്ച് എണ്ണ തടവണം. ഇനി പുഴുങ്ങി ഉടച്ചു വെച്ചിരിക്കുന്ന പഴത്തിൽ നിന്ന് ഒരു ഉരുള എടുത്ത് കയ്യിൽ വെച്ച് പരത്തി ഫില്ലിംഗ് നിറച്ച് കബാബിൻ്റെ രൂപത്തിലാക്കി എടുക്കുക. എനിക്കിവിടെ 3 പഴത്തിൽ നിന്ന് 9 എണ്ണം കിട്ടിയിട്ടുണ്ട്. ഇനി ഉന്നക്കായ എങ്ങനെയാണ് വറുത്തെടുക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഒരു പാത്രത്തിലേക്ക് 1 മുട്ട പൊട്ടിച്ചൊഴിച്ച് നല്ലതുപോലെ പതപ്പിച്ചെടുക്കുക. അതിനുശേഷം ഉന്നക്കായ എടുത്ത് മുട്ടയിൽ മുക്കി ബ്രെഡ് ക്രംസിൽ പൊതിഞ്ഞ് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാത്രം എടുത്ത് അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് ഉന്നക്കായ ഇട്ട് തീ കുറച്ച് കൊടുക്കണം. ഒരു വശം മൂക്കുമ്പോൾ മറിച്ചിട്ട് കൊടുക്കണം. ബ്രൗൺ നിറമാകുമ്പോൾ എണ്ണയിൽ നിന്ന് മാറ്റി എടുത്ത് വയ്ക്കണം. സ്വാദിഷ്ടമായ ഉന്നക്കായ തയ്യാറായി കഴിഞ്ഞു. നിങ്ങൾക്കും ഇതുപോലെ ചെയ്തു നോക്കാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ.